ഒരു ഫുൾ ഡേ ട്രാവലിങ്ങും ധനുഷ്കോടിയിലെ കറക്കവും എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. അടുത്ത ദിവസം രാവിലെ റൂമിൻ്റെ ഡോറ് തുറന്നപ്പോഴാണ് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് കണ്ടത്. എക്സ്പ്ലോർ തമിഴ്നാട് സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിൽ രാമേശ്വരത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ധനുഷ്കോടി പോയി കാഴ്ചകൾ കണ്ടുവരാമെന്നല്ലാതെ അവിടെ സ്റ്റേ ചെയ്യാനൊന്നും സൗകര്യങ്ങളില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ ഉള്ളത് രാമേശ്വരത്താണ്. രാമേശ്വരത്ത് റിലാക്സ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ബൃന്ദാവൻ ബീച്ച് റിസോർട്ട്. ഇവിടുത്തെ എല്ലാ റൂമുകളും ബീച്ച് വ്യൂ ആണ്. റിസോർട്ടിൽ സ്റ്റേ മാത്രമല്ല, ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ 9 മണിയൊക്കെ കഴിയും. നമ്മൾ ആദ്യം പോകുന്നത് രാമേശ്വരത്തെ ഫേമസ് ആയിട്ടുള്ള രാമനാഥ സ്വാമി ടെമ്പിളിലേക്കാണ്. റിസോർട്ടിൽ നിന്ന് ഏകദേശം 300 മീറ്ററാണ് അമ്പലത്തിലേക്ക്. നമ്മൾ ഈ സൺറൈസ് ഒക്കെ ആസ്വദിച്ച് മെല്ലനെ അമ്പലത്തിലേക്ക് നടന്നു. തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഒരു ബോട്ട് സഫാരിയാണ് നമുക്ക് ദൂരെ കാണുന്നത്. ഒരാൾക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കടലിലൂടെ അരമണിക്കൂർ നമുക്ക് യാത്ര ചെയ്ത് രാമേശ്വരത്തിൻ്റെ കാഴ്ചയും അമ്പലത്തിൻ്റെയും അഗ്നിതീർത്ഥത്തിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും. കുറച്ച് ക്രൗഡഡ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. ഇതല്ലാതെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് രാമേശ്വരത്ത്. റിസോർട്ടിൽ നിന്ന് നടന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന അഗ്നിതീർത്ഥാണ്. മൊത്തം 24 തീർത്ഥങ്ങളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തീർത്ഥം എന്നറിയപ്പെടുന്നത് നമ്മൾ കണ്ട അഗ്നിതീർത്ഥമാണ്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അഗ്നിതീർത്ഥത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷം നേരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ച് ബാക്കിയുള്ള എല്ലാ തീർത്ഥങ്ങളിലും കുളിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഇവിടെ വന്നതിന് ഒരു ഫലമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. രണ്ട് ശിവലിംഗമാണ് നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കാണാൻ കഴിയുക. സീതാദേവി രാമന് വേണ്ടി ഉണ്ടായിക്കൊടുത്ത ഒരു ശിവലിംഗവും മറ്റൊന്ന് ഹനുമാൻ ഹിമാലയത്തു നിന്ന് കൊണ്ടുവന്ന മറ്റൊരു ശിവലിംഗവും. അമ്പലം മൊത്തം ചുറ്റി എല്ലാ ഗോപുരങ്ങളിലെയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് നടന്നു. കാരണം അവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. രാമേശ്വരത്ത് വാട്ടർ സ്പോർട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഹോളി ഐലൻഡ്. നമ്മൾ താമസിക്കുന്ന ബൃന്ദാവൻ ബീച്ച് റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. എല്ലാത്തരം വാട്ടർ സ്പോർട്സ് ഇൻക്ലൂഡിങ് സ്നോക്ലിംഗ്, സ്കൂബ, ബനാന റൈഡ്, വിൻഡ് സർഫിംഗ് എല്ലാം നമുക്ക് റീസണബിൾ ആയ റേറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു ബോട്ട് റൈഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പെർ ഹെഡ് 200 രൂപയാണ് വരുന്നത്. മിനിമം 4 ആൾക്കാരുണ്ടെങ്കിൽ ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബോട്ട് കയറി കുറച്ച് പോകുമ്പോൾ തന്നെ ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങ് മാറി. ഫുള്ള് ഇരുണ്ട്, ഒരു മഴക്കുള്ള ലക്ഷണമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ നമ്മൾ ബോട്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മഴയൊന്നും പെയ്തില്ല. അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് നല്ല മഴ പെയ്തത്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ എൻജോയ് ചെയ്തു, റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്കാണ്.
വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മ്യൂസിയം ഉണ്ട്. അകത്ത് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി കണ്ട് എല്ലാം മനസ്സിലാക്കി പ്രൗഡായിട്ടാണ് പുറത്തിറങ്ങി വന്നത്. വീട് കണ്ടു കഴിഞ്ഞ് അടുത്ത് പോയത് മെമ്മോറിയൽ ലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് മെമ്മോറിയൽ ലേക്ക്. അവിടെയും നമുക്ക് ഫോണും ക്യാമറയും ഒന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഫ്രീ ആയിട്ട് കയറി പോയി കണ്ട് എല്ലാം മനസ്സിലാക്കി കണ്ട് പുറത്തിറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പല സ്പീച്ചുകളും നമ്മൾ മനസ്സിലൂടെ കടന്നു പോകും. Those who dare to imagine the impossible are the ones who break all the human limitations. രാമേശ്വരത്തിനോട് വിട പറഞ്ഞു വീണ്ടും പാമ്പമ്പാലം കയറി നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്കാണ് കുഷി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടത്. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കുഷി ബീച്ച്. പനന്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡ് നമ്മളെ കൊണ്ടുപോയത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിലേക്കാണ്. ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പം ഇവിടെ കുറേ ചേച്ചിമാരിരുന്ന് മീൻ പൊരിക്കുന്നത് കണ്ടു. 100 രൂപക്ക് നമ്മൾ 2 മീൻ വാങ്ങിച്ചു കഴിച്ചു. 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നത്. 6 മണിയാകുമ്പോഴത്തേക്ക് മധുരയിലെത്തി ഒരു ചായയൊക്കെ കുടിച്ചു, റെസ്റ്റ് എടുത്തു. മധുരയിൽ നിന്ന് ഡിണ്ടുക്കൽ പൊള്ളാച്ചി വഴിയാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. 100 കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യണം. പക്ഷെ രാത്രി ഡ്രൈവ് ചെയ്യാൻ ഇതായിരിക്കും സേഫ്. സമയമല്ല ഏകദേശം ഒരേ സമയം തന്നെ എടുക്കുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. സ്റ്റേ ട്യൂൺ. ബൈ.